ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് വിഭജനത്തിന് ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും. 1200 വാർഡുകൾ അധികം വരും. കൂടിയാലോചനയില്ലാത്ത തീരുമാനമെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ജനസംഖ്യാനുപാതികമായുള്ള വാർഡ് വിഭജനമാണ് ഉദ്ദേശിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് വാർഡുകൾ പുനർക്രമീകരിക്കാനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്തിൽ 1000 പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക്. 941 ഗ്രാമപഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനിലുമായി 1200 വാർഡ് അധികം വരും. അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം. 2010 അവസാനം വാർഡ് വിഭജനം നടന്നത്. 2015 ഭാഗികമായ പുനർനിർണയവും നടന്നു. സമീപകാലത്തെ വാർഡ് വിഭജന നടപടികൾ പലതും രാഷ്ട്രീയ വിവാദമായിരുന്നു. ചർച്ച പോലും നടക്കാത്തതിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധം. വാർഡ് വിഭജന ഓർഡിനൻസ് അംഗീകരിക്കാൻ മാത്രമായാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മീഷൻ ഇതിനായി ഉണ്ടാകും. സർക്കാർ നിയോഗിക്കുന്ന 4 പേരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. 6 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.